അവരിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു ദേഷ്യമുണ്ടായിരുന്നു. അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. അത് വേറെ ആരുമില്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ അവൻ പറയുന്നതും കേട്ട് അവന്റെ വാക്ക് വിശ്വസിക്കണ്ട. എപ്പോഴോ എന്റെ കൂട്ടുകാരൊരു തമാശക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ. ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പുതിയ പിള്ളേരാണേ. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, അത്രേ ഉള്ളൂ. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുമല്ലേ? എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പൊയ്ക്കോ. ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിൽ ആണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത എമ്പോക്കെയാണവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതൊക്കെ നിർത്തിയാലേ ഞാൻ വരുത്തോളം ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തോളം സംശയരോഗമൊക്കെ കാണിച്ചത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് മനസ്സിലായി. എപ്പോഴും ചെക്കന്മാരെ കൂടി ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ അവനുള്ളൂ. ഈ യുവതലമുറ ഇങ്ങനെ വഴിപഴച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നെ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം വാങ്ങി തരണം എന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം. നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് പാവല്ലേ. പിന്നെയാണ് ഈ പറയുന്ന അബീന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവനുമായിട്ട് എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരെ സ്നേഹിക്കൂടെ വിശ്വസിച്ച്? എല്ലാ കാര്യങ്ങളും, അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ശുദ്ധഹൃദയനായ എന്റെ പരിശുദ്ധിയെ സംശയിക്കാന്ന് പറഞ്ഞാൽ മൈ ഗോഡ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വൃത്തികേടായിട്ട് പറഞ്ഞു, നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. ഇനി നീ ഇങ്ങനെ കുറച്ചു നാൾ കൊണ്ട് ഉപയോഗിക്കുക, അങ്ങനെയാണോ ഒരു ഭർത്താവെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ മര്യാദ വിട്ട് പെരുമാറില്ല. ഞാനിപ്പോ രണ്ടും കൽപ്പിച്ചിട്ട് ഇനി എന്തായാലും എന്റെ വാശിക്ക് ഇവനെ തന്നെ നോക്കത്തോളാം പറഞ്ഞു. ഇനി എന്നിട്ടാലും എനിക്കതൊരു പ്രശ്നമായി. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? എനിക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നും. കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്ന ആളെ കൂടെ നിക്കണോ നിക്കണ്ടേ, ഇത് സ്നേഹമാണോ എന്ന് മനസ്സിലാവുന്നു. കഞ്ചാവ് അടിച്ചിട്ട് ആ തോന്നുന്നൊരു റിയാക്ഷനാണ് അവനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? മൊത്തത്തിൽ നിങ്ങൾ തന്നെ പറയും, നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഒന്ന് വിളിച്ചോണ്ട് പോടോ.